താഴേച്ചുവ മേൽപ്പാലം 50 വർഷമായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ടില്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇന്നലെ BJPയുടെ നേതാവായ PK കൃഷ്ണദാസ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ ഈ സർക്കാരിന്റെ ഭാഗമാകുന്നത് ഇപ്പോഴാണ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, 50 കൊല്ലമായിട്ട് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ വിവാദങ്ങളിലേക്ക് പോകാനല്ല, മറിച്ച് ഈ ഭരണകൂടം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തരുത്. മാറി മാറി വന്ന ഗവൺമെൻറ് ഭാഗത്ത് വീഴ്ചകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനല്ല, മറിച്ച് അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയും അത് നടപ്പിലാക്കുകയും ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം, ഇവിടെ ചെയ്തു കൊടുത്താൽ, ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ ആ ചെയ്തതിന്റെ ഒരു റിസൾട്ട് കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിത്തരും എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ആരംഭിക്കാം. ആ കാര്യങ്ങൾ പിന്നെ കേന്ദ്രത്തിൽ ഇടപെട്ട് അദ്ദേഹം ചെയ്യട്ടെ. കേന്ദ്രത്തിൽ ഇടപെട്ടിട്ട് എന്ന് കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ട്. ഇവ രണ്ടും ഒത്തുപോകണം എന്നതാണ് ഉള്ളത്. കാരണം ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇപ്പൊ ജനങ്ങളുടെ മുഖത്ത് നോക്കി ആരും വെല്ലുവിളിക്കാനൊന്നും പാടില്ല, ജനങ്ങളുടെ മേഖലയിലേക്ക് വരാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വല്ല വീഴ്ചയും മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച പറഞ്ഞ് മുന്നോട്ട് പോകാനല്ല, അവ പരിഹരിച്ചുകൊണ്ട് അവിടെ താഴേച്ചുവയിലായാലും നടാലിലായാലും ഈ രണ്ട് മേൽപ്പാലവും അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് അതിന് ആവശ്യമായ ഇടപെടൽ നടത്തും. അതുപോലെ തന്നെയാണ് നടാലിലെ OKUP സ്കൂളിനടുത്ത് ഒരു അടിപ്പാത വലിയ ആവശ്യമാണ്. ഇതിനൊക്കെ എന്റെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആ OKUP സ്കൂളിനടുത്തുള്ള അടിപ്പാത കാണുന്നു. അതോടൊപ്പം തന്നെ താഴേച്ചുവയിലെ മേൽപ്പാലവും അതുപോലെ തന്നെ നടാലിലെ റെയിൽവേ ഗേറ്റ് മേൽപ്പാലവും ഒക്കെ ഉള്ള കാര്യങ്ങൾ അത് ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യും, ആവശ്യമായ ഇടപെടൽ നടത്തും. സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് നൽകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത്. അതിനാവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാനും തയ്യാറാണ്. എല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മുണ്ടയാട് ജേർണലിസ്റ്റ് കോളനി മുതൽ കിഴ്ത്തള്ളി വരെയുള്ള ബൈപ്പാസ്, ഈ ബൈപ്പാസിന്റെ ഇരുവശത്തും 7 മീറ്ററോളം സ്ഥലം ഭൂമി ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട്. എന്നാൽ അവിടെ നിലവിൽ NH അതിൻ്റെ ആദ്യത്തെ അലൈൻമെന്റും ഡ്രോയിങ്ങും ഒക്കെ ഞാൻ പരിശോധിച്ചു. അതിനകത്തൊക്കെ അവിടെ സർവീസ് റോഡ് ഉണ്ട്, എന്നാൽ അത് നിർമ്മിക്കുന്നില്ല. അവിടെ ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അത് നിർമ്മിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഏതായാലും അതും കാരണം കഴിഞ്ഞാൽ നിലവിൽ മേലെ ചുമയിലും താഴെ ചുമയിലും അനുഭവപ്പെടുന്ന ഏറ്റവും കുരുക്ക് പരിഹാരമാകുന്നത് അത് നിർമ്മിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അത് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും വിജയത്തിലെത്തുന്നതുവരെ ഞാൻ അതിന്റെ പോരാട്ടം തുടരും. അതുപോലെ തന്നെ 2 കമ്പനികൾ വന്ന് താഴേച്ചുവയിൽ പൈലിംഗ് നടത്തിയതിനു ശേഷം അവരിട്ട് പോവുകയാണ്. നമ്മുടെ സുധാകരൻ MP, സുധാകരൻ MPയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അതായത് ടി ഒ മോഹനന്റെ MLA യുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ഇവിടെയുള്ള ഭരണകർത്താക്കൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓഫീസ് ഉദ്ഘാടനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സുധാകരൻ സാർ പറഞ്ഞതിന് എത്രമാത്രം ഊർജ്ജസ്വലതയോടെ MLA കാര്യങ്ങൾ ചെയ്യും? ഞാനിത് ആരെങ്കിലും പറഞ്ഞതൊന്നുള്ളതല്ല, എൻ്റെ മുമ്പിലുള്ള വിഷയം അത് നടപ്പാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ഇപ്പം മാറി മാറി വന്ന ആളുകളുടെ വലിയ ഉത്തരവാദിത്തം തന്നെയായിരുന്നു അത് നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കണം. ഈ പൈലിംഗ് നടത്തിയെന്നൊക്കെ പറയുന്ന കാര്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അറിവുമില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കും. ഇതൊക്കെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന സമയത്ത് വേണ്ടത്ര ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് 50 വർഷത്തിൻ്റെ ചരിത്രം നോക്കിയാൽ. ഈ 50 വർഷം നിങ്ങൾ പലരും പറയുമ്പോഴും പല സ്ഥലത്തും റെയിൽവേ മേൽപ്പാലങ്ങൾ വന്നു. ഇനി കേരളത്തിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് മേൽപ്പാലം വരാത്ത സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. വേറെ സ്ഥലം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ 2 എണ്ണം അടുത്തടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഏതായാലും പ്രാവർത്തികമാക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കും. മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ചകൾക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല.